ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് കട്ട്ലറ്റ്. കട്ട്ലറ്റ് എന്ന് പറഞ്ഞത് ഇത് ബീഫ് കട്ട്ലറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി 2 മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബ്രെഡ് വേണം. അപ്പോൾ ഒരു 4 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചുകൊണ്ട് വരാം. ഇതാ ബ്രെഡിൻ്റെ പൊടി റെഡിയായി. പിന്നെ ഇത് നമ്മുടെ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചതാണ്. ഇതും മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതും റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പിടണം കേട്ടോ. നമ്മൾ ഓൾറെഡി ബീഫ് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാള എല്ലാം എണ്ണയിലിട്ട് നല്ലോണം വാട്ടിയെടുക്കാം. ഇതൊരു സവാള 2 വലിയ സവാള ചെറുതായിരുന്നതാണ്. പച്ചമുളക് 2-3 പച്ചമുളക് അതും ചെറുതായിരുന്നതാണ്. നല്ലോണം വഴറ്റിയെടുക്കുക. ഇതൊരു 3 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തതാണ് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ ബീഫ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്യണേ. കുറച്ച് എണ്ണയും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി അത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ആ പൊട്ടറ്റോ സ്മാഷ് ചെയ്തതും അതിലേക്ക് തന്നെ ഇടുക. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ജസ്റ്റ് കട്ട്ലേറ്റിൻ്റെ ആ ഷേപ്പിൽ തന്നെ എടുക്കണത്. ഏത് ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ഇത് വെച്ച് നമുക്ക് നിറയെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. കാരണം ചെറിയൊരു വലുപ്പത്തിലെ കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കണത്. ഇനി എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ അതിലിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ആ ബ്രെഡിൻ്റെ പൊടിയിൽ റൊട്ടിപ്പൊടിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ബ്രെഡിൻ്റെ പൊടിയിലൊക്കെ ഒന്ന് മുക്കി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളത് നമ്മുടെ കട്ട്ലറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ബീഫൊക്കെ നേരത്തെ നമുക്ക് വേവിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഓരോ കട്ട്ലേറ്റായിട്ട് ഇപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡാണ് ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരും. നല്ലോണം അങ്ങോട്ട് പതയൊക്കെ മാറുമ്പോഴേക്കും നമുക്കിത് എടുക്കാനുള്ള പാകവും. ഇത് മറിച്ചിട്ടപ്പോൾ അത് ശരിക്കും ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി അവിടെ കിടക്കട്ടെ. നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. ഇതാ നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. നല്ല മുരിവുണ്ട്, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.